ഹായ് ഫ്രണ്ട്സ്, എസ് സി വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കണ്ണൂരിൻ്റെ മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രമായ ഒരു പൈതൽ മല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. എൻ്റെ കൂടെ ഹുമൈദ് ഉണ്ട്, നമ്മുടെ ഹാബിദ് ഉണ്ട്. രാവിലെ ഒരു 10:30 നമ്മൾ നാട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ പൈതൽ മലയുടെ താഴെ എത്തിയിട്ടുള്ളത്. നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് വാഹനങ്ങൾ പൈതൽ മലയുടെ താഴ്വാരത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ മലയുടെ മുകളിൽ പോയി തിരിച്ചു വന്ന് പോകുന്നതും കാണാം. കാരണം ഉച്ച സമയത്ത് മലമുകളിൽ നല്ല വെയിലും ചൂടും ഉണ്ടാകും. ഇതാണ് പൈതൽ മലയിലേക്ക് കയറാനുള്ള മെയിൻ ഗേറ്റ്. ഓരോരോ ഫാമിലിയെ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ ഒരു സമയം കടത്തി വിടുകയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ വളരെ വ്യക്തമായി അവരെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കയ്യിൽ കരുതിയിട്ടുള്ള വാട്ടർ ബോട്ടിൽ എത്രയുണ്ടെന്ന് അവർ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ പേരും അഡ്രസ്സും കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറിലുള്ള ബേക്കറി ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ അലോഡല്ല. മുതിർന്നവർക്ക് 30, കുട്ടികൾക്ക് 15 ടിക്കറ്റ്. വനം വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ സമയം 12:20. നമ്മൾ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂറോളം നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഈ പൈതൽ മലയുടെ താഴെ റിസോർട്ടൊക്കെ ഉണ്ട്, പൈതൽ ഹിൽസ് റിസോർട്ട്. ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ നൈറ്റിൽ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് മോർണിംഗിൽ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ വന്നതിനെ പറ്റി ഒരു ചെറിയൊരു അഭിപ്രായം പറയാം മൈതേ. ഒന്നും പറയാനില്ല. നടന്ന് ക്ഷീണിച്ചിട്ടുള്ളത് എല്ലാവരും. അപ്പം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയി. കുറച്ചും കൂടി നടക്കാനുണ്ട്. ചുറ്റിലും കാടുകളും മരങ്ങളും പാറകളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണുത്ത കാറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് മലമുകളിലെത്തുന്നത് വരെ. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം നടക്കാനുണ്ട്. നമ്മളിപ്പം നടന്നിട്ടൊരു 15-20 മിനിറ്റായി. നല്ല ക്ഷീണമുണ്ട് നടന്നിട്ട്. പിന്നെന്താ പറയുക, വെയിലൊക്കെ കുറവായതുകൊണ്ട് ക്ഷീണം അങ്ങനെ അറിയുന്നില്ല. പക്ഷെ നല്ല വെയിലൊന്നുമില്ല കേട്ടോ. നല്ല കാടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലായിരുന്നു. അത്യാവശ്യം തണുപ്പുമുണ്ട്. വെയിലൊന്നും അത്ര ചൂടില്ല ഇപ്പോൾ. ഇതും ഹുമൈദും തളർന്ന് ക്ഷീണിച്ചിട്ട് വരുന്നുണ്ട്. ഹുമൈദിനൊന്നും വലിയുന്നില്ല. ഹുമൈദ നടന്ന് ക്ഷീണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വഴിയുടെ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം. നമ്മളിവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് യാത്ര തുടർന്നത്. ഉമേതൊക്കെ താഴ്ന്നിട്ടാ ഇനി ഒരുപാട് നടക്കണ്ട.
ഇനി നടക്കാണ്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ നടക്കാണ്ട് ഇനി 3/4 മണിക്കൂർ ഇനി 3/4 മണിക്കൂർ നടക്കണം. പക്ഷെ നടത്തത്തിന് ഒരിക്കലും ക്ഷീണം അറിയില്ല. കാണാൻ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഈ ഒരു സ്ഥലം നിങ്ങൾ വന്ന് എന്തായാലും കാണും. എന്തായാലും ഒരു പ്രാവശ്യം വന്ന് കാണാം. ഒരു പ്രാവശ്യം എന്തായാലും ഈ ഒരു അനുഭവം എല്ലാവരും പിന്നെ വേറെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഒരു 3-4 വാട്ടർ ബോട്ടിൽ കയ്യിൽ എന്തായാലും കരുതിയിരിക്കണം. വെള്ളമില്ലാതെ ഒരാളും ഈ മല കയറാൻ ശ്രമിക്കരുത്. കാരണം വെച്ചാൽ വെള്ളമില്ലാതെ എന്തായാലും മുകളിൽ എത്തിപ്പെടാൻ സാധിക്കില്ല. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഏകദേശം നടന്നിട്ട് കുറച്ച് ഏകദേശം ഒരു 5-10 മിനിറ്റോളം കുഴപ്പമൊന്നുമില്ല അല്ലേ. ഒരു 15 മിനിറ്റിന് ശേഷം ഫുൾ കയറ്റാണ്. ഭയങ്കര കയറ്റെന്ന് വെച്ചാൽ ഒരു 1.5 കയറ്റാണ്. വയറൊക്കെ അടിമറിഞ്ഞ ഒരു ഫീലാണ്. ഭയങ്കര വേദനയും കാലും കൈയൊക്കെ ഭയങ്കര വേദന എടുത്തിട്ട് എന്താ പറയാ, ഉമേതൊക്കെ താഴ്ന്നു അല്ലേ ഉമേദേ? ഭയങ്കര ക്ഷീണം. നല്ലൊരു അനുഭവം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എല്ലാവരും പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും എന്തായാലും നമ്മളെ പൈതൽ മലയിൽ ഒന്ന് വന്ന് ഈ മലയൊന്ന് കയറണം എന്നാണ് നമ്മുടെ എല്ലാം ഒരു അഭിപ്രായം. അല്ലേ ഉമേദേ? നമ്മളൊരു 12:20 നമ്മൾ നടത്തം സ്റ്റാർട്ട് ചെയ്തു. 12:19 നടത്തം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം 12:50 കഴിഞ്ഞു. അരമണിക്കൂറായി നമ്മൾ നടന്നിട്ട് പകുതി പോലും എത്തിയിട്ടില്ല. ഇനി ഒരു അരമണിക്കൂർ കൂടി നടക്കാനുണ്ടെന്നാണ് കേട്ടത്. ബാക്കി ഉള്ളത് തന്നെയായിരിക്കും അല്ലേ? എന്നാൽ ബാക്കി നമുക്ക് മുകളിലെത്തിയിട്ട് നോക്കാം. അവിടെ എത്തുമെന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാർ പകുതി നടന്നിട്ട് തിരിച്ചു പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് നടക്കാനും പറ്റുന്നില്ല. കുട്ടികളും പ്രായമുള്ളവരൊക്കെ പകുതി നടന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഇതിൻ്റെ പോയിന്റിലേക്ക് ആരും എത്തുന്നില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് പേർ മാത്രമേ ഇതിൻ്റെ വ്യൂ പോയിന്റിൽ എത്തുന്നുള്ളൂ. പിടിക്കട്ടോ? ഇതുവരെ നമ്മൾ നടന്നതിൽ ഒരു ഇതുണ്ട്, സുഖമുണ്ട്. കാരണം വെച്ചാൽ ഇതുവരെ വെയിലും ചൂടും നമുക്ക് ശരിക്കും അറിഞ്ഞിട്ടില്ല. ഒരുപാട് കയറ്റവും ഇറക്കവും മറ്റ് ഉണ്ടെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെയിലിൻ്റെ ഒരു ചൂട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മരങ്ങളാണ്, ഫുള്ളായിട്ട് മരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മരം ആയതുകൊണ്ട് നമുക്ക് വെയിൽ താഴേക്ക് അറിയുന്നില്ല. അതാണ് സംഭവം. ഇനി അവിടെ മുകളിലെത്തിയിട്ട് എന്താണെന്നറിയില്ല. നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ട് ബാക്കി നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് നടത്തും. ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ഏകദേശം നടന്നു. അങ്ങനെ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ എത്തിയ സ്ഥലം ഇതാണ്. ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ്. ഇതുവരെ നമ്മൾ വെയിലെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ വെയിലും ചൂടൊക്കെ അറിഞ്ഞത്. ഇപ്പം നമ്മൾ ഏകദേശം പൈതൽ മലയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാണ് ശരിക്ക് പൈതൽ മലയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ചൂടും വെയിലൊക്കെ നന്നായി അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. കയറി വന്നുള്ള ഒരു ഫീലിംഗ് മൊത്തം മാറിക്കിടും. അതെ, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ കയറുന്ന സമയത്ത്?
ഇപ്പോൾ ഏകദേശം 1 മണി 1:05. ഇനിയിപ്പോൾ നമ്മൾ താഴെ ഇറങ്ങാനാണ് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു താഴെയുള്ള ഭാഗം. എവിടെയും ഒരു നല്ലൊരു ഇറക്കമാണ്. ആൾക്കാരൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അങ്ങോട്ട്. അത് കാരണം കാണാൻ നല്ല രസമുണ്ടല്ലേ. അവിടെ എന്തുണ്ടല്ലോ ലാസ്റ്റ് പോണോ അത് തിരിച്ചും കൂടി കയറണ്ടേ? നീ നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഏകദേശം മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അവിടെ എന്താണെന്ന് അറിയില്ല, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ പോയിട്ടൊന്ന് നോക്കട്ടെ എന്താണെന്ന്. അവിടെ ഒരു സിറ്റിംഗ് പ്ലേസ് ഒക്കെ കാണുന്നുണ്ട്. അവിടെ എന്താണെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് അവിടെയും കൂടി പോയിട്ട് വീഡിയോ കാണിച്ചു തരാം. ഇനിയിപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. കാണാനടുത്താണ്, പക്ഷെ നല്ല ദൂരമുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് പോകാല്ലേ? എത്ര നടന്ന് ടയേർഡായാലും ആൾക്കാർ ഇവിടുത്തെ ഫുൾ വ്യൂ ആസ്വദിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നടന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഫുൾ വ്യൂ കാണാതെ തിരിച്ചു പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് എത്ര തളർന്നാലും ടയേർഡായാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും എല്ലാ വ്യൂവും കണ്ട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. ചെറിയ കുട്ടികളടക്കം ഇതുവരെയൊക്കെ വന്ന് എല്ലാ വ്യൂ ആസ്വദിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. ഒരുപാട് നമ്മൾ നടന്നിട്ട് ഇവിടെ ഈ വ്യൂ പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം നടന്ന് വന്നത്. അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. കാണാൻ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു സിറ്റിങ്ങും മറ്റുള്ളതൊക്കെ ഉള്ളൂ.
ഈ പൈതൽ മലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് പിന്നെ സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ അഥവാ 4500 അടി ഉയരത്തിലാണ് ഈ പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ വ്യൂ ഒരു അപാര വ്യൂ തന്നെയാണ്. അതൊരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണിത്. ഇതാണ് നമ്മുടെ പൈതൽ മലയുടെ എൻഡ്. ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ എൻഡിലെത്തി. ഇപ്പോൾ ഏകദേശം തിരിച്ചു പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആവിധ പറ, നിന്റെ എക്സ്പീരിയൻസ് എന്താണ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. മല കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പാറ ഇതെല്ലാം കൊണ്ട് കുത്തനെയുള്ള കാറ്റും ഇറക്കൊക്കെ അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലോണം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല എൻജോയ് ചെയ്ത്. ഏകദേശം കുറച്ച് സാഹസികത എന്തെങ്കിലും വേണമല്ലോ. അതെ, അതാ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം തിരിച്ചു പോകാനുള്ള ടൈമായി. ഇന്നത്തെ നമ്മുടെ പൈതൽ മലയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. ഓക്കെ.